Okay. So we are talking about modeling techniques, right? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോഡലിംഗ് ടെക്നിക്സിനെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബേസിക് അല്ലേ, ജനറലൈസ്ഡ് മോഡലിംഗ് തിയറി എന്ന് പറഞ്ഞ ഒരു പർട്ടിക്കുലർ വിഭാഗത്തെ പറ്റിയാണ് അല്ലേ. ജനറലൈസ്ഡ് മോഡലിംഗ് തിയറി അല്ലെ, ജനറലൈസ്ഡ് മോഡലിംഗ് മെത്തേഡ് എന്ന് പറയുന്നത് വൺ ഓഫ് ദ കീ മോഡലിംഗ് ടെക്നിക് യൂസ്ഡ് ഇൻ ഡിജിറ്റൽ മാനുഫാക്ചറിങ്, റൈറ്റ്? സോ ഈ ജനറലൈസ്ഡ് മോഡലിംഗ് തിയറി എന്ന് പറയുന്നത് it is mainly used, okay, mainly used as the മാത്തമെറ്റിക്കൽ മോഡൽ. ഒരു സിസ്റ്റം മോഡലിങ്ങിന്റെ മാത്തമെറ്റിക്കൽ മോഡൽ എന്നുള്ള രീതിയിലാണ് ഇത് മെയിൻലി യൂസ് ചെയ്യുന്നത്. ഓക്കെ, മെയിൻലി യൂസസ് എ മാത്തമെറ്റിക്കൽ മോഡൽ ഫോർ സിസ്റ്റം മോഡലിംഗ് എന്ന് പറയാം. അതായത് സിസ്റ്റം മോഡലിങ്ങിൽ നമുക്ക് ഒരു സിസ്റ്റം ഫോർ ടോട്ടൽ സിസ്റ്റം മോഡലിംഗ് ഒരു മാത്തമെറ്റിക്കൽ മോഡൽ എന്നുള്ള രീതിയിലാണ് വരുന്നത്. ഓക്കെ, സോ this one is particularly as complex large scale systems. അത് ഈ കാര്യങ്ങളൊക്കെ, അതായത് അൺനോൺ എലമെന്റ്സ്, റിലേഷൻഷിപ്പ് മോഡൽസ്, ഈ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയിൽ, ഓവറോൾ ഫീച്ചേഴ്സ്, ഫംഗ്ഷൻസ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയിലാണ് ഈ കാര്യങ്ങൾ വരുന്നത്. സോ ജനറലൈസ്ഡ് തിയറി എന്ന് പറയുന്നതാണ് നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതൊക്കെ ഞാൻ പറഞ്ഞു തന്ന കാര്യങ്ങളാണ് അല്ലേ. അപ്പം ജനറലൈസ്ഡ് മോഡലിംഗ് തിയറി ആൻഡ് മെത്തേഡ്, ദിസ് വാസ് വാട്ട് വി ആർ ടോക്കിംഗ് അബൌട്ട്. അപ്പം ഞാൻ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് എന്തിനാ, എം ടി തിയറിയിലാണ് അല്ലേ. എം ടി തിയറി എന്ന് പറയുന്നതിന് പർട്ടിക്കുലർലി വി വിൽ സേ ഇറ്റ് ഈസ് പ്രൊപ്പോസ്ഡ് ബൈ മെസറോവിക് ആൻഡ് ടഹാര അല്ലെ, ടഹാര. ഇവർ രണ്ടുപേരും ഉള്ളത് കൊണ്ടാണ് എം ടി തിയറി. എം ടി തിയറി, സോ ഇറ്റ് ഈസ് വൺ ഓഫ് ദ ജനറൽ സിസ്റ്റം തിയറി, ഓക്കെ, വിച്ച് ഈസ് പ്രൊപ്പോസ്ഡ് ബൈ ദീസ് ടു പീപ്പിൾ. കേട്ടില്ല? ഓഡിയോ കട്ടാവുന്നുണ്ടാ? ഇപ്പൊ സെറ്റായാ? ഇല്ല സാർ, കട്ടാവുന്നുണ്ട്. ഇല്ല. ഓക്കെ, ഫൈൻ. സോ ഇതെന്താ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് സിസ്റ്റം ഓഫ് ദ സെറ്റ് തിയറി അല്ലെ. യൂസിങ് സെറ്റ് തിയറീസ് ഇറ്റ് എക്സ്പ്ലെയിൻസ് ദ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് സിസ്റ്റംസ്. ദിസ് ഈസ് വേർ ഇവിടെ ഇതിന്റെ അടുത്ത സ്റ്റെപ്പുമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെ. ബേസിക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, സിസ്റ്റം മോഡലിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സിസ്റ്റം മോഡലിംഗ് പ്രിൻസിപ്പിൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, റൈറ്റ്? ബേസിക് ഫംഗ്ഷൻ എന്ന് പറയുന്ന ഒരു ബേസിക് ക്രൈറ്റീരിയ ഡെവലപ്പ് ചെയ്യുന്നു അല്ലെ. ദെൻ ഐഡന്റിഫൈങ് ദിസ് പ്രൈമറി ആൻഡ് സെക്കൻഡറി ടാർഗറ്റ്, സെപ്പറേഷൻ ഓഫ് ദ സിസ്റ്റം, ആൻഡ് ദെൻ വി വിൽ causality, right? Determining this relationship between the cause and effect of that particular thing. Okay, അപ്പം ഇതാണ് ഈ 4 സ്റ്റെപ്പ് എന്ന് പറയുന്നത്. പിന്നെ ഒരു ബേസിക് മോഡലിംഗ് തിയറി എന്ന് പറയുന്നതാണ് അനാലിസിസ് ആൻഡ് സിന്തസിസ് മെത്തേഡ് എന്നുള്ളത് അല്ലെ. ഇതും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. അതായത് അനാലിസിസ് ആൻഡ് സിന്തസിസ് മെത്തേഡിൽ എന്താണ് സംഭവിക്കുന്നത്, അനലൈസ് ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻവോൾവ്സ് ടു ഡിറ്റർമിൻ ദ ടാർഗറ്റ് സെറ്റ് ഓഫ് ദ സിസ്റ്റം അല്ലെ. ടാർഗറ്റ് സെറ്റ് ഓഫ് ദ സിസ്റ്റം ഷുഡ് ബി ഡിറ്റർമിൻഡ്. ദെൻ in this next step we will solve scheme and evaluation method. പല സോൾവിങ് സ്കീം ആൻഡ് ഇവാലുവേഷൻ മെത്തേഡ്സ് ഉപയോഗിച്ച് നമ്മളത് അനലൈസ് ചെയ്യും. സോ ഈ ഒരു സിന്തസൈസ് ചെയ്യുന്നു. സോ അനലൈസ് ആൻഡ് സിന്തസൈസ് മെത്തേഡാണ് ശരിക്കും പറഞ്ഞാൽ ബേസിക് മോഡലിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞത്. അതായത് ഒരു സിസ്റ്റം മോഡലിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന ഒരു മെത്തേഡ്, ബേസിക് മോഡലിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. ആൻഡ് the next one is integral modeling method, right? So integral modeling method എന്ന് പറയുന്നത് ടാർഗറ്റ് സെറ്റ്സ് ഉണ്ടാവും അല്ലെ, അനലൈസ് ദ ഓർഗനൈസേഷൻ. ഇതാണ് അതിൻ്റെ ഒരു പർട്ടിക്കുലർ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ ഈ കാണുന്നത് ലൈക്ക് ടാർഗറ്റ് ഓഫ് ദ ഫോർ ദ സിസ്റ്റം ഈസ് ഡിറ്റർമിൻഡ് അക്കോർഡിംഗ് ടു ദ നീഡ് ഓഫ് ദ ഓർഗനൈസേഷൻ ആൻഡ് പ്രോസസ് ഇൻവോൾവ്. ആ ഒരു രീതിയിലാണ് ഇന്റഗ്രൽ മോഡൽ പ്രോസസ് ഓഫ് ദ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ പ്രാവശ്യവും ഇത് ടാർഗറ്റ്, നിങ്ങൾക്ക് ഈ ഫിഗറിന്റെ ബുക്ക് കണ്ടാൽ അറിയാം. അനലൈസ് ദ ഓർഗനൈസേഷൻ ആൻഡ് ഓപ്പറേഷൻ ഡിമാൻഡ് ഓഫ് ദ സിസ്റ്റം. വി വിൽ അനലൈസ് ദിസ് ഓപ്പറേഷൻ ഡിമാൻഡ് ഓഫ് ദ പർട്ടിക്കുലർ സിസ്റ്റം. വി വിൽ എസ്റ്റാബ്ലിഷ് ദ സിസ്റ്റം ടാർഗറ്റ് അല്ലെ. ടി എന്ന് പറയുന്നതിനെ വിളിക്കുന്നത് ടി എന്ന് വിളിക്കാം. എക്സ്ട്രാക്ട് കീ ഫാക്ടേഴ്സ് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നു. ഓക്കെ, സച്ച് എസ് റിസോഴ്സ് സെറ്റ്, സപ്പോർട്ടിംഗ് ടെക്നോളജീസ്, ഓക്കെ, അങ്ങനത്തെ എക്സെട്ര. ആൻഡ് വി വിൽ ഡിസൈഡ് ദ എലമെന്റ് ഓഫ് ദ ഫാക്ടർ സെറ്റ്. ഒരു ടോട്ടൽ സെറ്റിൽ നിന്ന് അതിന്റെ ഒരു പർട്ടിക്കുലർ ഫാക്ടർ, നമ്മൾ ഒരു എലമെന്റ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നു. ദെൻ വിൽ കൺസ്ട്രക്ട് ദ ഓർഗനൈസേഷൻ ആൻഡ് ഓപ്പറേഷൻ സ്കീം, ഓക്കെ, ബേസ്ഡ് ഓൺ തിങ്സ്. ആൻഡ് വി വിൽ ഡിറ്റർമിൻ ദ ഇവാലുവേഷൻ ആൻഡ് വി വിൽ ഇവാലുവേറ്റ് പോസിബിൾ സെറ്റ് ഓഫ് സ്കീംസ്, റൈറ്റ്? ലാസ്റ്റ് നമുക്ക് ഒരു പർട്ടിക്കുലർ, അതായത് ഈ ഒരു പർട്ടിക്കുലർ സെറ്റിൽ ഉണ്ടെങ്കിൽ ഈച്ച് എലമെന്റ് ഫോർ ദാറ്റ് ഫാക്ടർ സെറ്റ് ഈസ് ഡിറ്റർമിൻഡ്.
അതാണ് പറയുന്നത്. ഓക്കെ, വിച്ച് കണ്ടെയ്ൻസ് ദ മെയിൻ ഫംഗ്ഷൻ. ഒരു മെയിൻ ഫംഗ്ഷൻ ഉള്ള സ്ഥലത്ത് എല്ലാം ചെയ്യും. അതായത് എല്ലാ എലമെന്റ്സിന്റെയും ഇപ്പൊ ഒരു കീ ഫാക്ടർ എടുത്തു എന്ന് എക്സ്ട്രാക്ടിങ് കീ ഫാക്ടർ, ആ കീ ഫാക്ടറിൽ തന്നെയില്ല ആ ഫാക്ടർ സെറ്റിന് ഡിസൈഡിങ് ഫാക്ടർ ആയിരിക്കും. അതായത് ആ ഒരു പർട്ടിക്കുലർ ഫാക്ടർ എങ്ങനെ നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നു, എങ്ങനെ അതിനെ ഇവാലുവേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, സോ ഓർഗനൈസേഷൻ ആൻഡ് ഓപ്പറേഷൻ സ്കീം എന്ന് ഉദ്ദേശിക്കുന്ന അതാണ്. അതിനുശേഷമാണ് ഈ സ്റ്റെപ്സ് വരുന്നത്. ഓക്കെ, അനലൈസ് ദിസ് ഓർഗനൈസേഷൻ ആൻഡ് ഓപ്പറേഷൻ സ്കീം, ദെൻ അറ്റ് ലാസ്റ്റ് സിസ്റ്റം മോഡൽ ഈസ് ഫോംഡ്. ഓക്കെ, അതിലിപ്പം ഒരു സിസ്റ്റം മോഡ് ലാസ്റ്റ് ഉണ്ടാവുക എന്ന് പറയുന്നത് എന്താ? ഇറ്റ് കണ്ടെയ്ൻസ് ടാർഗറ്റ് സെറ്റ്, ടി എന്ന് പറഞ്ഞൊരു ടാർഗറ്റ് സെറ്റ് ഉണ്ടാവും, ഓർഗനൈസേഷൻ ഫാക്ടർ എന്ന് പറയുന്ന സംഭവം ഉണ്ടാവും, ഓക്കെ, ഇവാലുവേഷൻ സ്പേസ് ഉണ്ടാവും, ആൻഡ് ദെൻ ഇവാലുവേഷൻ ക്രൈറ്റീരിയ ഉണ്ടാവും. ഇത്രയും കാര്യങ്ങൾ ഒരു സിസ്റ്റം മോഡൽ ഉണ്ടാവും, ഇന്റഗ്രേറ്റഡ് മോഡൽ പ്രോസസ് ആണെങ്കിൽ. ഓക്കെ, സോ ഇതൊക്കെയാണ് ഒരു ബേസിക് ജനറലൈസ്ഡ് തിയറി, അല്ലെങ്കിൽ ക്രിട്ടിക്കൽ മോഡലിംഗ് തിയറീസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി വരുന്നതാണ് നമ്മുടെ മോഡലിംഗ് ടെക്നിക്സ് എന്ന് പറയുന്നത്. ദർ ആർ 4 different techniques actually. IDEF, okay, the first one is IDEF, ഇന്റഗ്രേഷൻ ഡെഫിനിഷൻ എന്നാണ് പറയാ. ഓക്കെ, ഇന്റഗ്രേഷൻ ഡെഫിനിഷൻ തന്നെ ഡിഫറെന്റ് മെത്തേഡ്സിലുണ്ട് അല്ലെ. നമ്മൾ നേരത്തെ ഒരു പ്രാവശ്യം പറഞ്ഞാണ് അല്ലെ, ഇത്രയും ദിസ് ഇസ് IDEF ഫാമിലി, ഇറ്റ് ഇൻക്ലൂഡ്സ് ദിസ് മച്ച് ഓഫ് ടെക്നോളജീസ്. ഓക്കെ, IDEF അതായത് ഓരോ IDEF 0, IDEF 1 എന്ന് പറയുന്നതൊക്കെ ദീസ് ആർ IDEF മെത്തേഡ്സ്. ഓക്കെ, IDEF, ഞാൻ ഈ IDEF എന്ന് മാത്രമേ പറയുള്ളൂ. IDEF എന്ന് പറയുന്നത് ഇന്റഗ്രേഷൻ ഡെഫിനിഷൻ എന്നാണ് അർത്ഥം. ഓക്കെ, ICAM definition. Okay, integration definition is known as integration definition or ICAM definition. Okay, so ഇതില് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് IDF മെത്തേഡ്സ് ഉണ്ട്. അതിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് IDEF 0, IDEF 1, IDEF 2 എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അത് ഓരോന്നും എന്താണെന്നുള്ളതാണ് നിങ്ങൾക്ക് ഇപ്പം ഫ്രണ്ടിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഓക്കെ, സോ എന്താണ് IDEF എന്ന് ഞാൻ ആദ്യം പറയാം. ഓക്കെ, IDEF എന്ന് പറയുന്നത് which refers to a family of modeling languages. Okay, it refers to a family of modeling languages which is used in the field of system and software engineering. ഒരു integrated computer aided manufacturing definition എന്നാണ് അതിന്റെ ഫുൾ ഫോം. ഓക്കെ, ICAM or integrated definition എന്ന് നമുക്ക് പറയാം. ICAM definition or means ICAM അല്ലെ, ICAM definition or integration definition, രണ്ട് പേരാണുള്ളത്. സോ ദിസ് മെത്തേഡ് ഈസ് അപ്ലൈഡ് ഇൻ ദ അനാലിസിസ് ആൻഡ് ഡിസൈൻ ഓഫ് കോംപ്ലക്സ് സിസ്റ്റംസ് ഓൺ ദ ബേസിസ് ഓഫ് അനാലിസിസ് ആൻഡ് ഡിസൈൻ ടെക്നോളജീസ് ഓഫ് ദ സ്ട്രക്ചറൽ സിസ്റ്റം. അപ്പം സ്ട്രക്ചറൽ സിസ്റ്റത്തിന്റെ, അതായത് അനാലിസിസ് ആൻഡ് ഡിസൈൻ ടെക്നോളജീസ് ഓഫ് ദ സ്ട്രക്ചറൽ സിസ്റ്റത്തിന്റെ ബേസിസിൽ നമ്മൾ കോംപ്ലക്സ് സിസ്റ്റത്തിനെ അനലൈസ് ചെയ്യാനും ഡിസൈൻ ചെയ്യാനുമുള്ള ഒരു ടൈപ്പ് ഓഫ് മോഡലിംഗ് ടെക്നിക്കാണ് IDEF. ഓക്കെ, it has 5 components from IDEF 0 to IDEF 1 and involves system function, information and dynamic and process description and design method. അപ്പോൾ അതാണ് നമ്മൾ നേരത്തെ കണ്ട IDEF ഉണ്ടോ, ഫംഗ്ഷൻ, ഇൻഫർമേഷൻ, ഡൈനാമിക്, ഡാറ്റ ആൻഡ് പ്രോസസ് ഡിസ്ക്രിപ്ഷൻ. ആദ്യത്തെ 5 എണ്ണം കണ്ടോ, റൈറ്റ്? ഫംഗ്ഷൻ, ഇൻഫർമേഷൻ, ഡൈനാമിക്, ഡാറ്റ, പ്രോസസ് ഡിസ്ക്രിപ്ഷൻ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ആദ്യത്തെ 5 എണ്ണത്തിൽ അല്ലെ. ഇറ്റ് ഹാവ് 5 components എന്ന് പറയുന്നത് ശരിക്കും. സോ ശരിക്കും പറഞ്ഞ 5 അല്ല, നിങ്ങൾ ഈ കണ്ടത് ഇത്രയും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് IDF മെത്തേഡ്സ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഇൻ ദാറ്റ് IDEF 0 and IDEF 1 have become important tool for establishing the function model and information model of the system through constant improvement and application. അപ്പം നമ്മൾ നേരത്തെ പറയുന്നു അല്ലെ, നമ്മുടെ ഒരു മോഡലിംഗ് എന്താണ്? മോഡലിംഗ് എന്ന് പറയുന്ന പർട്ടിക്കുലർ മോഡൽ എന്ന് പറയുന്നത് മെത്തേഡ് ഡ്രിവണും ഉണ്ട്, മോഡൽ ഡ്രിവണും ഉണ്ട് എന്ന് പറഞ്ഞു അല്ലെ. ദർ ആർ മോഡലിംഗ് ടെക്നിക്സ് അണ്ടർ 2 categories, മെത്തേഡ് ഡ്രിവൺ മെത്തേഡ് ആൻഡ് മോഡൽ ഡ്രിവൺ മെത്തേഡ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു അല്ലെ. ദർ ആർ 2 categories. ഈ കാറ്റഗറീസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞ് നമ്മളൊരു കാര്യം പറഞ്ഞായിരുന്നു, അതായത് ദർ ആർ ഡിഫറെന്റ് മോഡലിംഗ്. ഈ നമ്മുടെ ഒബ്ജക്ട്സ് പഠിച്ചിട്ടില്ലേ, ദ ഒബ്ജക്ട്സ് നീഡ് ടു ബി ഡിസ്ക്രൈബ്ഡ് ബൈ എ മോഡൽ എന്ന് പറഞ്ഞിട്ട്. അപ്പം ആ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സോ ദ ബേസിക് ഐഡിയ ഓഫ് എ ജനറലൈസ്ഡ് മോഡലിംഗ് DM സിസ്റ്റം എന്ന് പറയുന്നത് ഈസ് ക്രിയേറ്റഡ് യൂസിങ് ദി സെറ്റ് തിയറി ആൻഡ് റിലേഷൻ തിയറി അല്ലെ. അതായത്
സെറ്റ് തിയറി, റിലേഷൻ തിയറീസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ബേസ്ഡ് ഓൺ വിച്ച് ബേസിക് മോഡൽസ് അല്ലെ, പല സിസ്റ്റം ആർക്കിടെക്ചറിന്റെ ബേസിക് മോഡൽസ് ലൈക്ക് ഫംഗ്ഷൻ മോഡൽ, ഓർഗനൈസേഷൻ മോഡൽ, ഇൻഫർമേഷൻ മോഡൽ, ഓപ്പറേഷൻ കൺട്രോൾ മോഡൽ ആർ എസ്റ്റാബ്ലിഷ്ഡ്. അപ്പം ഈ പറയുന്ന പർട്ടിക്കുലർ സിസ്റ്റം ആർക്കിടെക്ട് മോഡൽസ്, അത് ഈ ബേസിക് മോഡൽസിനെ പറ്റിയാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പം അതിന്റെ മോഡലിംഗ് ടെക്നിക്സ് ഈ IDF0 ആൻഡ് IDF1 എന്ന് പറയുന്നത്, ദീസ് ടു ടൂൾസ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇൻ വൈൽ ടേക്കിംഗ് function model and information model of the system. Okay, so these two are two important tools for establishing the function model and information model of the system. Okay, ഇനി IDEF0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫംഗ്ഷൻ മോഡലിംഗ് ആണ്. ഓക്കെ, IDEF1X എന്ന് പറഞ്ഞത് ഇൻഫർമേഷൻ മോഡലിംഗ് ആണ്. അത് ഞാൻ നേരത്തെ നിങ്ങൾക്ക് കാണിച്ചത്. IDF1X എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റ മോഡലിംഗ് ആണ് അല്ലെ. ഇത്രയും കാര്യങ്ങൾ, ഇതെല്ലാ പേരും പഠിക്കണം എന്നല്ല, ആദ്യത്തെ 5 എണ്ണെങ്കിലും മിനിമം അറിഞ്ഞിരിക്കണം. അതിനെ പറ്റിയിട്ടാണ് നമ്മൾ കൂടുതൽ ജസ്റ്റ് മെൻഷൻ ചെയ്യേണ്ടി വരിക. ഓക്കെ, എനിവേ ആദ്യത്തെ 2 എണ്ണം നിങ്ങൾക്ക് കറക്റ്റായിട്ട് പഠിക്കാനുണ്ട്, ഫംഗ്ഷൻ മോഡലിംഗ് ആൻഡ് ഇൻഫർമേഷൻ മോഡലിംഗ്. കാരണം ഫംഗ്ഷൻ മോഡൽ എന്ന് പറഞ്ഞിട്ട് വേറെ തന്നെ പഠിക്കാനുണ്ട് അല്ലെ. നമ്മൾ ഓർഗനൈസേഷൻ മോഡൽ, ഫംഗ്ഷൻ മോഡൽ എന്ന് പറഞ്ഞിട്ട് പഠിക്കാനുണ്ട്. കാരണം എന്താ, ഇത് സിസ്റ്റം ആർക്കിടെക്ചർ മോഡലാണ്. ഓക്കെ, ബേസിക് മോഡൽ റിലേറ്റഡ് ടു system architecture എന്നാണ് പറയാ. Okay, there are 4 models like function model, organization model, information model and operation and control model. ഈ 4 മോഡൽ നമ്മൾ പഠിക്കും. അതിനു മുമ്പേ മോഡലിംഗ് ടെക്നിക്സ് പഠിക്കണം. സോ ഈ മോഡലിംഗ് ടെക്നിക്സിൽ one of the techniques is IDEF and it includes different methods. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് IDEF0, IDEF1. IDEF0 എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ മോഡലിംഗ് ആണ്. ഓക്കെ, IDF0 is a function modeling. Okay, അപ്പോൾ ഫംഗ്ഷൻ മോഡൽ എന്ന് പറഞ്ഞാൽ IDF0 is a method which is used to model the decision, action and activities of an organization or a system. Okay, ഒരു ഓർഗനൈസേഷനിൽ മോഡൽസ്, ഡിസിഷൻസ്, ആക്ഷൻസ്, ആക്ടിവിറ്റീസ്, അതായത് എന്ത് ചെയ്യണം, ഓക്കെ, എന്ത് ചെയ്യണം എന്നുള്ള ഡിസിഷൻ അല്ലെ, ഒരു ഡിസിഷൻ മേക്കിംഗ് ആണല്ലോ എന്ത് ചെയ്യണം എന്നുള്ളത്. അത് ചെയ്യുന്നത് ശരിക്കും അത് ചെയ്യാൻ ഉപയോഗിക്കുന്നത് IDEF0 ആണ്. ശരി, ഫംഗ്ഷൻ മോഡലിംഗ് ആണ്. ഓക്കെ, സോ ദിസ് ഇസ് എ മെത്തേഡ് യൂസ്ഡ് ടു മോഡൽ, അതായത് നമ്മൾ മോഡൽ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ്. ഓക്കെ, സോ ടു മോഡൽ ദ ഡിസിഷൻ, ആക്ഷൻ ആൻഡ് ആക്ടിവിറ്റീസ് ഓഫ് എൻ ഓർഗനൈസേഷൻ ഓർ എ സിസ്റ്റം. ഓക്കെ, ആദ്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഡിസ്ക്രൈബ്സ് ദ സിസ്റ്റം ക്ലിയർലി. വളരെ ആ ഒരു ടോട്ടൽ സിസ്റ്റം വളരെ ക്ലിയർ ആയിട്ട് നമ്മളെ ഡിസ്ക്രൈബ് ചെയ്തു തരുന്നു. ഓക്കെ, ബൈ യൂസിങ് സിമ്പിൾ ഫിഗർ ടൈപ്പ് സിമ്പിൾസ് അല്ലെങ്കിൽ നാച്ചുറൽ ലാംഗ്വേജസ് ഉപയോഗിച്ചിട്ട്, കോംപ്രിഹെൻസീവ്ലി ബൈ യൂസിങ് സിമ്പിൾ ഫിഗേഴ്സ് ആൻഡ് നാച്ചുറൽ ലാംഗ്വേജസ് ഉപയോഗിച്ചിട്ട് ഇത് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്തു തരുന്നു. ഓക്കെ, സോ അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, and next it creates a function model using layer by layer and top to bottom approach. Okay, layer by layer ആയിട്ട് it creates a function. അപ്പോൾ ആദ്യം നമ്മൾ ഒരു ടോട്ടൽ സിസ്റ്റത്തിനെ ക്ലിയർ ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നു ബൈ യൂസിങ് സം സിമ്പിൾ ഫിഗർ ടൈപ്പ് സിമ്പിൾസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. ഓക്കെ, then it creates layer by layer ആയിട്ട് it creates a function model. Okay, from top to bottom approach, അതായത് മേലയിൽ നിന്ന് താഴേക്ക് top to bottom approach. So it is from top to bottom modeling, origin and internal and external relationships are expressed എന്നാണ് പറയുന്നത്. ഓക്കെ, റൈറ്റ്. അപ്പം എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഒരു ടോട്ടൽ സിസ്റ്റം ഉണ്ടാവും. ടോപ്പ് ടു ബോട്ടം IDF0 എന്ന് പറയുന്നത് ഒരു ടോട്ടൽ സിസ്റ്റം ഉണ്ടാവും. ഞാനത് അതിൻ്റെ എക്സാമ്പിൾ കാണിച്ചു തരാമെന്നാണ് ഞാൻ PDF എന്ന് പറഞ്ഞത്. ഓക്കെ, പറ്റണ്ടേ? ഇതില് ഇതാണ് നിങ്ങളുടെ ടെക്സ്റ്റ് കേട്ടോ. ഈ ടെക്സ്റ്റ് നോക്കിയിട്ടാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഓക്കെ, ഇതിലൊരു ഫിഗർ ഉണ്ട്. ഫിഗർ കാണിച്ചു തരാനാണ് ഞാനിപ്പോൾ ഓടുന്നത്.
റൈറ്റ്, ഇത് കണ്ടോ, ഇതിനെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ ഫിഗർ A0 എന്ന് പറയുന്ന സാധനം നോക്കി. ഫിഗർ A0 കാണുന്നില്ലേ? ഹലോ, ഓക്കെ. അപ്പം ഈ ഫിഗറിൽ നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ലെയർ ബൈ ലെയർ എന്നിപ്പം പറഞ്ഞില്ലേ, അതെന്താണെന്ന് പറയാനായിട്ടാണ് ഞാൻ ഈ ഫിഗർ എടുത്തത്. ഓക്കെ, സോ ടോട്ടലി IDF0 എന്ന് പറയുന്നത് is a method which used to model, അല്ലെ, used to model the decisions, actions, activities of an organization. ഓക്കെ, എന്ത് ചെയ്യണം എന്നുള്ള റിയലൈസേഷൻ തരുന്ന ഒരു മെത്തേഡാണ് IDF0 എന്ന് പറയുന്നത്. ഇറ്റ് അപ്രോച്ചസ് ടോപ്പ് ടു ബോട്ടം. ഓക്കെ, ടോപ്പ് ടു ബോട്ടം. അപ്പം നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ, ഓക്കെ റൈറ്റ്, ഒരു പർട്ടിക്കുലർ സിസ്റ്റം എടുത്ത് വിചാരിക്കാം. ഇതിന് ആദ്യം എന്താ പറയുന്നത്, ഇറ്റ് ഡിസ്ക്രൈബ് സിസ്റ്റം ക്ലിയർലി, അല്ലെ, വളരെ ക്ലിയർ ആയിട്ട് ഈ സിസ്റ്റത്തിനെ എന്താ പറയുക ഡിസ്ക്രൈബ് ചെയ്യുന്നു. ആ ഡിസ്ക്രൈബ് ചെയ്തതിന് ശേഷം ഇറ്റ് ക്രിയേറ്റ്സ് എ ഫംഗ്ഷൻ മോഡൽ ബൈ യൂസിങ് ലെയർ ബൈ ലെയർ ആൻഡ് ടോപ്പ് ടു ബോട്ടം അപ്രോച്ച്. ഓക്കെ, ലെയർ ബൈ ലെയർ, 1 ലെയർ 2 ലെയർ 3 ലെയർ 4 ലെയർ, അങ്ങനെ ലെയർ ബൈ ലെയർ ആയിട്ട് അതിനെ മാറ്റുന്നു. ഓക്കെ, ഇറ്റ് ക്രിയേറ്റ്സ്, ഓക്കെ, ഇതിവിടെ എവിടെയും എഴുതിയിട്ടുണ്ടാവും, അതായത് ഇതാണ് സംഭവം, ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ റൈറ്റ്, ഇറ്റ് ക്രിയേറ്റ്സ് എ ഫംഗ്ഷൻ model strictly structural decomposition based on layer by layer and from top to bottom. So at the same time, it is clear that difference between system function and system realization is difference between what to do and how to do it. Okay, ഒന്ന് സിസ്റ്റം റിയലൈസേഷനും സിസ്റ്റം ഫംഗ്ഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് വാട്ട് ടു ഡു, എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതും, ഒന്ന് എങ്ങനെയാണ് അത് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഓക്കെ, സോ ഇതിൻ്റെ ഈ ഒരു ആക്ടിവിറ്റീസ്, ഫണ്ടമെന്റൽ ആക്ടിവിറ്റീസിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് IDF0 എന്ന് പറയുന്നത്. ഓക്കെ, ദ മോഡൽ പ്രോസസ് ഓഫ് IDF0 റൺസ് ഫ്രം ടോപ്പ് ടു ബോട്ടം. ഓക്കെ, at the beginning of the model, IDF uses a box interference, അല്ലെ, arrows to indicate the origin and internal and external relationships of whole system. അതല്ലേ, അതാണ് നിങ്ങൾ നേരത്തെ കണ്ടത്. ഓക്കെ, മേലെ കാണുന്ന ഫിഗറിനെയാണ് ഞാൻ ഈ പറയുന്നത്. ഓക്കെ, as shown in figure, a single model that expresses system is then divided into sub modules. അല്ലെ, ഇതാ ഈ ഒറ്റ സിംഗിൾ സിസ്റ്റത്തിനെ വീണ്ടും സബ് മോഡ്യൂൾസ് ആയിട്ട് 1 2 3 4 അല്ലെ ആയിട്ട് ഡിവൈഡ് ചെയ്തു. എന്നിട്ട് ഓരോ മോഡ്യൂളും തമ്മിലുള്ള റിലേഷനാണ് ഈ കാണിക്കുന്നത് എറോസ് വെച്ചിട്ട്. ഓക്കെ റൈറ്റ്, right, so each module could be similarly broken into more particular details. Okay, ഇനി ഇതിന്റെ വീണ്ടും ഇപ്പൊ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ മോഡൽ എടുത്തിട്ട് 2 എന്ന് പറയുന്ന മോഡൽ മാത്രം എടുത്തിട്ട് ഇതുണ്ടോ 1 2 3 എന്ന് പറഞ്ഞിട്ട് വീണ്ടും നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ അപ്പം നമുക്ക് ഒരു ടോട്ടൽ സിസ്റ്റത്തിനെ വളരെ ക്ലിയർ ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യാം. ഓക്കെ, then we will create a function model by using layer by layer by layer, and from it ഇതിന്റെ പ്രോസസ് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പ് ടു ബോട്ടം അപ്രോച്ച് ആണ്. ഓക്കെ, ഇനി ഇതിൽ തന്നെ പറയാം അല്ലെ, ബാക്കി എന്നാൽ ഈ ഫിഗർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ കുറച്ചുകൂടി, റൈറ്റ്? ഓക്കെ, അപ്പം ദ നെക്സ്റ്റ് വൺ ഈസ് IDEF0 കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പറയണില്ല IDF1 ആണ് അല്ലെ, IDEF1. ഓക്കെ, IDEF1 എന്ന് പറയുന്നത് ഇതാ ഇൻഫർമേഷൻ മോഡലാണ് അല്ലെ. നമ്മൾ പറഞ്ഞു IDF0 എന്ന് പറയുന്നത് ഫംഗ്ഷൻ മോഡലും IDF1 എന്ന് പറയുന്നത് ഇൻഫർമേഷൻ മോഡലാണ്. ഓക്കെ, സോ എന്താണ് ഇൻഫർമേഷൻ മോഡൽ ചെയ്യുന്നത്? സോ ഇറ്റ് ഈസ് യൂസ് ടു ക്രിയേറ്റ് എ ഫംഗ്ഷൻ, ഓക്കെ, എ ഫംഗ്ഷൻ മോഡൽ വിച്ച് ഡിസ്ക്രൈബ്സ് ദ ഇന്റേണൽ ഇൻഫർമേഷൻ ഓഫ് ദ സിസ്റ്റം. ഒരു ഇന്റേണൽ ഇൻഫർമേഷൻ ഓഫ് ദ സിസ്റ്റം നമുക്ക് എന്താ പറയുക ക്രിയേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ഇറ്റ് ഈസ് യൂസ് ടു ക്രിയേറ്റ് എ ഫംഗ്ഷൻ മോഡൽ. ഒരു ഫംഗ്ഷൻ മോഡലിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ അത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ദിസ് IDEF1X എന്ന് പറയുന്നത്. എന്താണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്? ദ ഇന്റേണൽ ഇൻഫർമേഷൻ ഓഫ് ദ സിസ്റ്റം. ഓക്കെ, ഇന്റേണൽ ഇൻഫർമേഷൻ ഓഫ് ദ സിസ്റ്റം. അപ്പോൾ ഒരു സിസ്റ്റം ഫംഗ്ഷൻ, ഓക്കെ, സിസ്റ്റം ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യുന്നു, അത് തമ്മിലുള്ള റിലേഷൻ ഡിസ്ക്രൈബ് ചെയ്യുന്നു, ഡിഫൈൻ ചെയ്യുന്നു. ഓക്കെ, അതിൻ്റെ ഓർഗനൈസേഷണൽ സ്ട്രക്ചറോ അല്ലെങ്കിൽ
ടോട്ടൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിനെ പറ്റിയിട്ടുള്ള റിലേഷൻഷിപ്പോ പറയുന്നില്ല. അതാണ് IDF1X എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ജസ്റ്റ് സപ്പോർട്ട്സ് ദ കോൺസെപ്ച്വൽ മോഡൽ. അതാണ് ഞാൻ ഈ ഒരു പറയുന്നത്, റൈറ്റ്? ഇറ്റ് സപ്പോർട്ട്സ് ദ കോൺസെപ്ച്വൽ മോഡൽ ആൻഡ് ഈസ് എ സിമാറ്റിക് data modeling technology which supports the concept mode of data. Okay, അപ്പം ഒരു perfect IDF1X model has consistency, expansibility and transformation. അപ്പം എന്താണ് സംഭവം ചെയ്യുന്നത്? IDF1 എന്ന് പറയുന്നത് IDF1 വേറെ, IDF1X വേറെ. ഓക്കെ, സോ ടോട്ടലി IDF1 എന്ന് പറയുന്നത് ഇൻഫർമേഷൻ മോഡലിംഗ് എന്നാണ്. IDF1X വരുമ്പം ഡാറ്റ മോഡലിംഗ് എന്നായി. ഓക്കെ, ഇത് രണ്ടും കൂടി ചേർന്നിട്ടാണ് നമ്മൾ ഇൻഫർമേഷൻ, ശരിക്കും പറഞ്ഞാൽ IDF1 മാത്രമാണ് ഇൻഫർമേഷൻ മോഡലിംഗ് എന്ന് പറയുന്നത്. സോ IDF1X എന്ന് പറയുന്നത് ഡാറ്റ മോഡലിംഗ് എന്നാണ് പറയുക. ഓക്കെ, സോ വാട്ട് ദിസ് IDF1 ഡു ഈസ് ദാറ്റ് ഇൻഫർമേഷൻ കളക്ട് ചെയ്യും, സ്റ്റോർ ചെയ്യും, മാനേജ് ചെയ്യും. ഓക്കെ, സോ ഇൻഫർമേഷൻ കളക്റ്റഡ്, സ്റ്റോർഡ് ആൻഡ് മാനേജ്ഡ് ടോട്ടലി IDF1 ബൈ എന്റർപ്രൈസ്. ഏത് എന്റർപ്രൈസ് ആണോ അത് കളക്ട് ചെയ്യും. ഓക്കെ, ഇനി ഈ എന്റർപ്രൈസിന്റെ ലോജിക്കലായിട്ടുള്ള റിലേഷൻഷിപ്പ്, ഓക്കെ, ഈ ഇൻഫർമേഷനിൽ നമുക്കത് റിഫ്ലക്ട് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ആൻഡ് ടോട്ടൽ മാനേജ്മെന്റിന്റെ റൂൾസ് ഇൻഫർമേഷനും ആണ്. ഇത്രയുമാണ് IDF1Xനെ പറ്റിയിട്ട് പറയാം. ബാക്കിയുള്ള ഇതിന്റെ മെത്തേഡ്സ്, IDF മെത്തേഡ്സ് എന്ന് പറഞ്ഞിട്ട് പഠിക്കാനില്ല നിങ്ങൾക്ക്. അപ്പം ടോട്ടലി IDF എന്താണെന്ന് ഇത്ര മാത്രമേ പഠിക്കണ്ടൂ. IDFന്റെ ഫുൾ ഫോം പഠിക്കാം, ICAM ഡെഫിനിഷൻ, ഇന്റഗ്രേഷൻ ഡെഫിനിഷൻ. സോ എന്തിനാണ് IDF എന്ന് മനസ്സിലാക്കുക. സോ ഫോർ വാട്ട് IDF ഈസ്, ഓക്കെ, IDF ഇന്റഗ്രേറ്റഡ് CAM ഡെഫിനിഷൻ അല്ലെ, ഇന്റഗ്രേറ്റഡ് കമ്പ്യൂട്ടർ മാനുഫാക്ചറിംഗ് ഡെഫിനിഷൻ എന്ന് പറയുന്നത്, ഇന്റഗ്രേഷൻ ഡെഫിനിഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് റെഫേഴ്സ് ടു എ ഫാമിലി. ഓക്കെ, ഒരു ടോട്ടൽ ഫാമിലിയാണ് ഓഫ് മോഡലിംഗ് ലാംഗ്വേജസ്. ആ മോഡലിംഗ് ലാംഗ്വേജസിന്റെ ഫാമിലിയാണ് ഞാൻ നേരത്തെ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ഓക്കെ, ഐ ഹോപ്പ് യു ഇതൊക്കെ ഒരു IDF ഫാമിലിയാണ്. ഓക്കെ, ഇറ്റ്സ് ദ ഫാമിലി ഓഫ് മോഡലിംഗ് ലാംഗ്വേജസ് എന്ന് പറയുന്നത്. ഓക്കെ, വിച്ച് ഇസ് യൂസ്ഡ് ഇൻ ദ ഫീൽഡ് ഓഫ് സിസ്റ്റം ആൻഡ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്. ഓക്കെ, സോ എന്തിനാണ് ഇത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് അപ്ലൈഡ് ഇൻ അനാലിസിസ് ആൻഡ് ഡിസൈൻ ഓഫ് കോംപ്ലക്സ് സിസ്റ്റം. ഓക്കെ, ആൻഡ് ഒരു ഫങ്ഷണൽ മോഡലിംഗിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഫങ്ഷണൽ മോഡലിംഗിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം ഇത് ശരിക്ക് ഡിഫൈൻഡ് അപ് ടു IDF14 വരെ ഡിസൈൻഡ് ആണ്. ഓക്കെ, ഡിഫൈൻഡ് ആണ്. അപ്പം അതിൽ മേജറായിട്ട് നമ്മൾ നോക്കുന്നത് IDF0, IDF1 ആണ്. ഓക്കെ, ഈവൻ IDF1X മാക്സിമം. ഓക്കെ, സോ IDF0 എന്ന് പറയുന്നത് ഒരു ഫങ്ഷൻ മോഡലിംഗും IDF1 എന്ന് പറയുന്നത് ഒരു ഇൻഫർമേഷൻ മോഡലിംഗും ആണ്. എന്താണ് അതിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IDF1 ചെയ്യുന്നത് ഇറ്റ് ഡിസ്ക്രൈബ്സ് ദ സിസ്റ്റം ക്ലിയർലി. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് എ മോഡൽ, ഒരു ഫങ്ഷൻ മോഡൽ ക്രിയേറ്റ് ചെയ്യുകയാണ് ബൈ ലൈൻ. ഓക്കെ, IDF0 is a method which is used to model the decisions, actions, activities. ഓക്കെ, എന്താണ് ചെയ്യേണ്ടത്, ഇനി എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് പറയുന്നത്. ഓക്കെ, നൗ IDF1X എന്ന് പറയുന്നത് ഇൻഫർമേഷൻ മോഡലിംഗ് ആണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ക്രിയേറ്റ് എ ഫങ്ഷൻ മോഡൽ. ഓക്കെ, വിച്ച് ഡിസ്ക്രൈബ്സ് ഇന്റേണൽ ഇൻഫർമേഷൻ ഓഫ് ദ സിസ്റ്റം. ഓൾറെഡി ഉള്ള സിസ്റ്റത്തിന്റെ ഇന്റേണൽ ഇൻഫർമേഷൻ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു ഫങ്ഷൻ മോഡലിനെയാണ് നമ്മൾ IDF1X എന്ന് പറയുന്നത്. ഓക്കെ, IDF1X ചെയ്യുന്നത് അതാണ്. ഇറ്റ് കളക്ട്സ് ഇൻഫർമേഷൻ ഫ്രം ദ എന്റർപ്രൈസ് ആൻഡ് ഇറ്റ് ഡിഫൈൻസ് ദ ലോജിക്കൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദം. ഓക്കെ, അതാണ് നമ്മൾ ഒരു കോൺസെപ്ച്വൽ മോഡൽ എന്നുള്ള രീതിയിലാണ് IDF1Xനെ കാണുന്നത്. ഓക്കെ, റൈറ്റ്. പിന്നെ ഉള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയാ, ഒരു സ്ലൈഡ് ഉണ്ടാക്കട്ടെ ഞാൻ. ഒരു നെക്സ്റ്റ് വൺ മീൻസ് we can say like GRAI. Okay, GRAI. Okay, GRAI modeling എന്ന് പറയും. ഓക്കെ, GRAI എന്താണ്? GRAI എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, എന്താണ് GRAI? GRAI അതിന്റെ ഫുൾ ഫോം ഞാൻ താഴെ എഴുതാം. ഓക്കെ, ഗ്രാഫ്സ്
graphs with result. Okay. Okay, sir. Graphs with result and action interrelated. Okay. Interrelated. Okay. ഇതാണ് നമ്മൾ GRAI എന്ന് പറയുന്നത്. Okay. So GRAI stands for graphs with result and action interrelated. Okay. എന്താണ് ചെയ്യുന്നത് GRAI എന്ന് പറയുന്നത് എന്താ? Okay. It can represent and analyze the operation of a production activity. Okay. GRAI എന്താ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊഡക്ഷൻ ആക്ടിവിറ്റീനെ, ഓക്കെ, ഒരു പ്രൊഡക്ഷൻ ആക്ടിവിറ്റീൻ്റെ ഓപ്പറേഷനെ റെപ്രസെൻറ്റ് ചെയ്യാനും അനലൈസ് ചെയ്യാനും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മോഡലിംഗ് മെത്തേഡിനെയാണ് GRAI മോഡലിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. ഗ്രാഫ് വിത്ത് റിസൾട്ട് ആൻഡ് ആക്ഷൻ ഇന്റർ റിലേറ്റഡ് എന്നാണ് ഇതിന് പറയുന്നത്. ഓക്കെ, GRAI. അപ്പം ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, ഒരു പ്രൊഡക്ഷൻ ആക്ടിവിറ്റീൻ്റെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നു, ആ പ്രൊഡക്ഷൻ ആക്ടിവിറ്റിയിൽ ഒരു ഏതെങ്കിലും ഓപ്പറേഷൻ ഉണ്ടെങ്കിൽ അതിനെ അനലൈസ് ചെയ്യാനും റെപ്രസെന്റ് ചെയ്യാനും ഉള്ള ഒരു മെത്തേഡ് കമ്പനി ഉപയോഗിക്കുന്ന ഒരു ഡിസിഷൻ മേക്കിംഗ് സിസ്റ്റം ഓഫ് ദ കമ്പനി യു ക്യാൻ സേ ലൈക്ക്. ഓക്കെ, അതിനാണ് GRAI എന്ന് പറയുന്നത്. ദിസ് ഇസ് എ മോഡലിംഗ് ടെക്നിക്. ഓക്കെ, അപ്പം ഇതിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിട്ട്, 2 parts ആയിട്ട് സബ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സബ് ഡിവൈഡഡ് ഇൻടു 2 parts. ഓക്കെ, പറയാം, നമുക്ക് സബ് ഡിവൈഡ് ഇൻടു 2 parts എന്ന് പറയാം. ഓക്കെ, അപ്പം അതിൽ ഫസ്റ്റ് പാർട്ട് എന്താണെന്ന് പറഞ്ഞാൽ ഒരു ടോപ്പ് ടു ഡൗൺ ഡിസിഷൻ മേക്കിംഗ് സിസ്റ്റം ആണ്. ഓക്കെ, ടോപ്പ് ടു ഡൗൺ ഡിസിഷൻ മേക്കിംഗ് സിസ്റ്റം. അപ്പം അതിന് നമ്മൾ എന്താ പറയാന്ന് പറഞ്ഞാൽ GRAI ഗ്രിഡ് എന്നാണ് പറയാം. ഓക്കെ, GRAI ഗ്രിഡ്. ഓക്കെ, അപ്പം ഇതെന്താ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ GRAI ഗ്രിഡ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ GRAI ഗ്രിഡ് ഈസ് ഇത് GRAI ഗ്രിഡ് എന്ന് പറയുന്നത് GRAI എന്നല്ല, അതായത് ഗ്രാഫ്സ് വിത്ത് റിസൾട്ട് ആൻഡ് ആക്ഷൻ ഇന്റർ റിലേറ്റഡ് എന്ന് പറയുന്ന പർട്ടിക്കുലർ മോഡലിംഗ് ടെക്നിക്ക് നമുക്ക് രണ്ടായിട്ട് സബ് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് പാർട്ടാണ് നമ്മൾ GRAI ഗ്രിഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ GRAI ഗ്രിഡ് ഒരു ഡിസിഷൻ മേക്കിംഗ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു ഡിസിഷൻ മേക്കിംഗ് ഫംഗ്ഷൻ. ഓക്കെ, ഡിസിഷൻ, ശ്രദ്ധിക്കുന്നില്ലേ, മനസ്സിലാവുന്നില്ലേ? ഡിസിഷൻ മേക്കിംഗ് ഫംഗ്ഷൻ. ഓക്കെ, GRAI എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊഡക്ഷൻ ആക്ടിവിറ്റീനെ റെപ്രസെന്റ് ചെയ്യാനും അനലൈസ് ചെയ്യാനും യൂസ് ചെയ്യുന്നതാണ്. ഇറ്റ് ഈസ് എ ഡിസിഷൻ മേക്കിംഗ് സിസ്റ്റം ഓഫ് എ കമ്പനി. ഓക്കെ, അതിനെ നമുക്ക് സബ് ഡിവൈഡ് ചെയ്തിട്ട് രണ്ടാക്കി പറയുകയാണെങ്കിൽ, ഓക്കെ, ഫ്രം ടോപ്പ് ടു ഡൗൺ സിസ്റ്റം, ഒരു മേലധികാരിയിൽ നിന്ന് താഴെ വരെയുള്ള ഒരു ടോട്ടൽ സിസ്റ്റം ഉണ്ടാവില്ല. ഇപ്പം നമ്മൾ ടീച്ചിങ്ങിന്റെ എടുത്ത് നോക്കിയാൽ മതി. ഇപ്പം ടീച്ചർ എന്നുള്ള രീതിയിൽ എൻ്റെ മേലെ കുറെ ആൾക്കാരുണ്ട്, നമ്മൾ താഴെ കുറെ ആൾക്കാരുണ്ട് അല്ലെ. അപ്പം ടോപ്പ് ടു ഡൗൺ സിസ്റ്റത്തിന്, ഒരു ഡിസിഷൻ മേക്കിംഗ് സിസ്റ്റത്തിനെ റെപ്രസെന്റ് ചെയ്യാൻ നമുക്ക് ഗ്രാഫ്സ് വിത്ത് റിസൾട്ട് ആൻഡ് ആക്ഷൻ ഇന്റർ റിലേറ്റഡ് എന്ന് പറയാം. ഓക്കെ, അതിന് നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. GRAI ഗ്രിഡ് ഡിസിഷൻ മേക്കിംഗ് ഫംഗ്ഷൻ എന്ന് പറയുന്ന ഒരു ഫങ്ഷൻസ് എന്ന് പറയുന്ന ഒരു കാര്യം വരുന്ന ഒരു അത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു പാർട്ട്. ഓക്കെ, ഡിസിഷൻ മേക്കിംഗ് ഫങ്ഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു പാർട്ട് ആൻഡ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദോസ്. ഓക്കെ, ഇനി അടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് എക്സ്പ്ലെയിൻസ് ദ ഓപ്പറേഷൻ ഓഫ് പ്രൊഡക്റ്റ് ആക്ടിവിറ്റി. പ്രൊഡക്ഷൻ ആക്ടിവിറ്റിന്റെ ഓപ്പറേഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നെക്സ്റ്റ് പാർട്ട്. ഓക്കെ, സോ അത് പറയുന്നത് GRAI നെറ്റ് എന്നാണ്. ഓക്കെ, GRAI നെറ്റ്, GRAI ഗ്രിഡും GRAI നെറ്റും. ഓക്കെ, GRAI നെറ്റ് ആൻഡ് GRAI ഗ്രിഡ്, operation of production activity. Okay,
സോ GRI ഗ്രിഡ് എന്ന് പറയുന്നത് ഇറ്റ് എക്സ്പ്ലെയിൻസ് ഡിസിഷൻ മേക്കിംഗ് ഫങ്ഷൻസ് ആൻഡ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദം. GRI നെറ്റ് ഇറ്റ് എക്സ്പ്ലെയിൻസ് ഓപ്പറേഷൻ ഓഫ് പ്രൊഡക്ഷൻ ആക്ടിവിറ്റി. ആൻഡ് ഓക്കെ, ബോട്ടം അപ്പ് ഡിസിഷൻ മേക്കിംഗ് സിസ്റ്റത്തിൽ ആണ് ഈ സംഭവം വരുന്നത്. ഓക്കെ, സോ GRI നെറ്റ് ആൻഡ് GRI ഗ്രിഡ്. GRI നെറ്റിൽ എന്താണെന്ന് പറഞ്ഞാൽ ഇറ്റ് എക്സ്പ്ലെയിൻസ് ഇൻപുട്ട്, ഔട്ട്പുട്ട് ആൻഡ് ദ കണ്ടീഷൻ ഓഫ് ദിസ് ഡിസിഷൻ മേക്കിംഗ് സിസ്റ്റം. ഡിസിഷൻ മേക്കിംഗ് സിസ്റ്റം അതിന്റെ റിലേഷൻഷിപ്പും എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് GRI ഗ്രിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. GRI നെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് എക്സ്പ്ലെയിൻസ് ഇൻപുട്ട്, ഔട്ട്പുട്ട് ആൻഡ് കണ്ടീഷൻസ് ഓഫ് ഡിസിഷൻ മേക്കിംഗ് സിസ്റ്റം. ഓക്കെ, അപ്പോൾ GRI നെറ്റ് ആൻഡ് GRI ഗ്രിഡ്. ഇതിന് കുറച്ച് GRI നെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, GRI ഗ്രിഡ് എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞാൽ ഒരു എക്സാമ്പിൾസ് ഉണ്ട് കുറച്ച്. ഓക്കെ, അത് നമ്മൾ നോക്കാം. അതിൽ GRI നെറ്റ് ആൻഡ് GRI ഗ്രിഡ്. ഓക്കെ, സോ ഈ ഫിഗർ മാത്രമേ ഉള്ളൂ. യെസ്, ടോട്ടൽ GRI മോഡലിംഗ് സ്ട്രക്ചർ ആണ് ഇത് ശരിക്കും പറഞ്ഞാൽ. ഓക്കെ, ഇനീഷ്യലൈസേഷൻ, ദെൻ മോഡലിംഗ് ഓർഗനൈസേഷൻ ടീം, analysis of existing system, the establishment of GRI network and the establishment of GRI grid, then analysis of result, restrictions of further system. ഇതെന്താണ് ചെയ്യുന്നതെന്നുള്ളത് ടോട്ടൽ സ്ട്രക്ചർ, ദ സ്ട്രക്ചേർഡ് പ്രോസസ് ഓഫ് GRI മോഡലിംഗ്. ഞാൻ ഈ GRI മോഡലിംഗ് രണ്ടായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞില്ലേ, അതായത് അനാലിസിസ് നമുക്ക് രണ്ടായിട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞില്ലേ, അതിന്റെ ഒരു ഫിഗർ, ഒരു സ്കീമാറ്റിക് ആയിട്ടുള്ള ഒരു സെറ്റപ്പ്, ഒരു ഡയഗ്രാമാണ് നിങ്ങൾ കാണുന്നത്. ഓക്കെ, ഒരു ഫ്ലോ ചാർട്ട് എന്ന് പറയും. ഓക്കെ, ആദ്യം ഇത് ഇനീഷ്യലൈസേഷൻ ചെയ്യും. ഓക്കെ, ഇതിൽ ഇനീഷ്യലൈസ് ഇറ്റ്, ദെൻ മോഡലിംഗ് ഓഫ് ഓർഗനൈസേഷൻ ടീം, നമ്മൾ ഓർഗനൈസേഷൻ ടീം മോഡൽ ചെയ്യും. ദെൻ അനാലിസിസ് ഓഫ് എക്സിസ്റ്റിംഗ് സിസ്റ്റം, ഫുൾ എക്സിസ്റ്റിംഗ് സിസ്റ്റം നമ്മൾ അനലൈസ് ചെയ്യുന്നു. എങ്ങനെയാണ് GRI നെറ്റ്വർക്കും GRI ഗ്രിഡും നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യും. ഓക്കെ, then we will analyze the results. Okay, transform the old system അല്ലെ to the new system. അപ്പൊ നമ്മൾ GRI ഗ്രിഡും GRI നെറ്റും നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യും. ഓക്കെ, ആ രീതിയിൽ അപ്പോൾ ഇന്റഗ്രേറ്റ് ചെയ്യണം. ഓക്കെ, ഇതാണ് ടോട്ടൽ GRI മോഡലിന് സംഭവിക്കുന്നത്. അപ്പൊ GRI ഗ്രിഡ് എന്ന് പറയുന്നത് ഒരു ടോപ്പ് ടു ബോട്ടം ഡിസിഷൻ മേക്കിംഗ് സിസ്റ്റത്തിൽ ഒരു ഡിസിഷൻ മേക്കിംഗ് സിസ്റ്റം എക്സ്പ്ലെയിൻ ചെയ്യുന്നതും അതിന്റെ റിലേഷൻഷിപ്പ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതുമാണ് GRI ഗ്രിഡ് എന്ന് പറയുന്നത്. GRI നെറ്റ് എന്ന് പറയുന്നത് ഇറ്റ് എക്സ്പ്ലെയിൻസ് വാട്ട് ഈസ് ദ ഇൻപുട്ട്, വാട്ട് ഈസ് ദ ഔട്ട്പുട്ട് ആൻഡ് വാട്ട് ഈസ് ദ കണ്ടീഷൻസ് ഓഫ് ഡിസിഷൻ മാനേജ്മെന്റ് സിസ്റ്റം. ഓക്കെ, ഡിസിഷൻ മേക്കിംഗ് സിസ്റ്റം. ഒരു ഡിസിഷൻ മേക്കിംഗ് സിസ്റ്റം എന്താണ്, അതിന്റെ റിലേഷൻഷിപ്പ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ GRI ഗ്രിഡ് മോഡലിങ്ങും അതിന്റെ ഇൻപുട്ട് എന്താണ്, ഔട്ട്പുട്ട് എന്താണ്, കണ്ടീഷൻസ് എന്താണ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ GRI നെറ്റ് മോഡലിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഓക്കെ അല്ലേ? ഓക്കെ സർ. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. ഓക്കെ, ഇനിയുള്ളത് നമുക്ക് ഒരു ഒബ്ജക്റ്റ് ഓറിയന്റഡ് മോഡലിങ്ങും പിന്നെ ജസ്റ്റ് ഓർഗനൈസേഷൻ മോഡൽ ഓഫ് DM സിസ്റ്റം, അങ്ങനെ 4 ഡിഫറെന്റ് സിസ്റ്റത്തിന്റെ മോഡൽ പറഞ്ഞില്ലേ, DM സിസ്റ്റം മോഡൽസ് പറഞ്ഞില്ലേ, ഓർഗനൈസേഷൻ, ഫങ്ഷൻ, ഇൻഫോർമേഷൻ മോഡൽ ആൻഡ് ഓപ്പറേഷൻ ആൻഡ് കൺട്രോൾ മോഡൽ. ഈ 4 മോഡൽസും കൂടി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മോഡ്യൂൾ കഴിയും. ഓക്കെ, ഓക്കെ സർ. റൈറ്റ്.